കളിയാക്കലുകളാണ് മെയിൻ പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഞാനൊരു 13 വർഷമായിട്ട് ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളായിരുന്നു. നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതുപോലെ തന്നെ സൈസിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, ഒന്നുമില്ല, എല്ലാം വെച്ചുകെട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു സർജറി ആയിട്ട് അവർ കാണുന്നതും കൊണ്ട് അവർ പറയും അത് വേണ്ട, സർജറി അല്ലേ, അങ്ങനെ ചെയ്യേണ്ട, ഉള്ളതൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ കുറേ പേരെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ഇങ്ങനെ വിളിച്ച് വന്നതാണ് ഡോക്ടറെ അടുത്ത് ഞാൻ. കുറച്ചുകൂടി ഒരു കംഫർട്ടബിളായിട്ട് തോന്നി എനിക്ക് ഇവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ. ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ് സർജറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്താ വയ്ക്കുക, വലിയ സർജറിയാണ്. കാരണം അനസ്തേഷ്യയാണ് അതിനകത്ത് മെയിൻ സംഭവം. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അനസ്തേഷ്യ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അതിനകത്ത് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. പെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു പെയിൻ എന്ന് പറയാനില്ല, ചെറുതായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പെയിനേ ഉള്ളൂ. പിന്നീട് ഇപ്പോൾ മൊത്തത്തിൽ ഓക്കെയാണ്, കാരണം നല്ല സോഫ്റ്റാണ്. നോർമലി നമ്മുടെ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പം എല്ലാ ഡ്രസ്സും ഇടാറുണ്ട്. ഇല്ല, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം എല്ലാം കൊണ്ടും ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ്.